കറുത്ത പൊന്നിൻ്റെ കഥ. ലോകത്തിൻ്റെ ഊർജകേന്ദ്രം എന്ന് വിളിക്കപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങൾ. അവിടെയുള്ള മണൽ തരികൾക്ക് താഴെ അമൂല്യമായ കറുത്ത പൊന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ ഈ മരുഭൂമിയിൽ ഇത്രയധികം എണ്ണ എങ്ങനെ വന്നു? ഇതിന് പിന്നിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളുണ്ട്. എണ്ണയുടെ ജനനം ഏതാണ്ട് 150 മുതൽ 200 ദശലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് പ്രദേശം ഒരു വലിയ സമുദ്രമായിരുന്നു. അതിനെ ടെത്തിസ് കടൽ എന്ന് വിളിക്കുന്നു. ഈ സമുദ്രത്തിൽ ജീവിച്ചിരിക്കുന്ന പ്ലാങ്ക്ടണുകളും പായലുകളും ചത്തുകഴിയുമ്പോൾ അവ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴുന്നു. സാധാരണയായി അവ ജീർണിച്ചു പോകേണ്ടതാണ്. എന്നാൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഓക്സിജൻ ഇല്ലാത്തതിനാൽ അവ പൂർണ്ണമായും നശിച്ചില്ല. മണ്ണും മർദ്ദവും കാലക്രമേണ ഈ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ കിലോമീറ്ററുകളോളം കനത്തിൽ ചെളിയും മണലും വന്നടിഞ്ഞു. ഈ വലിയ ഭാരവും ഭൂമിക്കടിയിലെ ചൂടും മൂലം ഒരു വലിയ കെമിക്കൽ റിയാക്ഷൻ നടന്നു. ഉയർന്ന താപനിലയും സമ്മർദ്ദവും ഈ ജൈവാവശിഷ്ടങ്ങളെ കൊറോജൻ ആയും പിന്നീട് ദ്രാവക രൂപത്തിലുള്ള ക്രൂഡ് ഓയിലായും മാറ്റി. ഗൾഫ് മേഖലയിലെ പ്രത്യേകത. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും എണ്ണയുണ്ടായെങ്കിലും ഗൾഫ് മേഖലയിൽ ഇത്രയധികം എണ്ണ വരാൻ കാരണമെന്താണ്? 3 കാരണങ്ങളുണ്ട്. അനുകൂലമായ പാറകൾ, ശേഖരണ പാത്രങ്ങൾ, സീൽ റോക്സ്. അനുകൂലമായ പാറകൾ. ഗൾഫിലെ പാറകൾ വളരെ അളവിൽ ജൈവാവശിഷ്ടങ്ങളെ ശേഖരിക്കാൻ ശേഷിയുള്ളവയായിരുന്നു. ശേഖരണ പാത്രങ്ങൾ. എണ്ണ ഉണ്ടായതിനു ശേഷം അത് ഒലിച്ചു പോകാതെ സൂക്ഷിക്കാൻ പാകത്തിന് സുഷിരങ്ങളുള്ള സാൻഡ് സ്റ്റോൺ പാറകൾ അവിടെ ധാരാളമുണ്ടായിരുന്നു. സീൽ റോക്സ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് മുകളിലുള്ള ഉപ്പുപാളികൾ ആണ്, സാൾട്ട് ലെയേഴ്സ്. ഇവ ഒരു കുപ്പിയുടെ അടപ്പ് പോലെ പ്രവർത്തിച്ചു എണ്ണ പുറത്തു പോകാതെ താഴെ തന്നെ തടഞ്ഞു നിർത്തി. മരുഭൂമിയിലെ എണ്ണ. ഭൂമിക്കടിയിലെ പാളികളുടെ ചലനം മൂലം സമുദ്രം ഉൾവലിയുകയും പർവ്വതങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ പഴയ ടെത്തിസ് കടൽ ഇല്ലാതാവുകയും ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് മരുഭൂമിയായി മാറുകയും ചെയ്തു. പക്ഷേ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ എണ്ണ ആ മണൽത്തരികൾക്ക് താഴെ സുരക്ഷിതമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമ്പൽ സമൃദ്ധിക്ക് പിന്നിൽ പ്രകൃതി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ മാന്ത്രിക വിദ്യ തന്നെയാണ്. വെറും ഇന്ധനം എന്നതിലുപരി അത് ഭൂമിശാസ്ത്രപരമായ ഒരു വിസ്മയം കൂടിയാണ്.